നമ്മളെ കുട്ടികളും ഞാനൊക്കെ 26 കൊല്ലം ഗൾഫിലായിരുന്നു. ഉസ്താദുമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയല്. അങ്ങനെ ഈ കുട്ടികള് ഞാൻ ഒരിക്കൽ ലീവിന് വന്നപ്പോൾ മക്കളൊക്കെ കുറച്ച് സ്വർണ്ണമൊക്കെ ആയിട്ടാണല്ലോ പോരെ. പെൺകുട്ടി ഒരു മോളാന്നല്ല, ഇപ്പൊ 2 മക്കളുണ്ട്, മൊത്തം 3 മക്കളാണ്, ഒരു മോനും 2 പെൺകുട്ടികളാണ്. അങ്ങനെ ആദ്യത്തെ മോളെ കാൽമലൊരു പാദസാരം ഉണ്ടായിരുന്നു. അങ്ങനെ ആ റൂമിൽ, ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ചൂടുകൊണ്ട് വന്ന്, പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ AC ഇല്ല. അപ്പൊ ഭാര്യക്ക് നല്ല ചൂടാ. ഓൾ ഈ ജനലൊക്കെ തുറന്നിട്ടാണ് കിടക്കണത്. അതിൽ ഈ ജനലിനോട് ചാരി, അതേമാതിരിയുള്ള ജനലിനോട് ചാരിയിട്ടാണ് കട്ടിലുള്ളത്. ഈ കുട്ടിന്റെ കാൽമെന്നൊരു പിന്നെ പാദസരം പൊട്ടിച്ചുകൊണ്ടേ കള്ളൻ. അപ്പൊ ഞാൻ ഇവിടെ ഇല്ല. എൻ്റെ പെങ്ങള് പോയിട്ട് പറഞ്ഞു, വീരാൻകുട്ടി, ഞാൻ മൂത്ത പെങ്ങളാ, എന്നെ വീരാൻകുട്ടി എന്നാ പറയാം, വീരാൻകുട്ടിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പാദസരം കൊണ്ടുപോയി. അപ്പൊ ആ പാദസരം അവിടെ കിട്ടും, ഇനി വീരാൻകുട്ടിന്റെ പെരയിൽ കള്ളം വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് കിട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം കിട്ടും, പാദസരം കിട്ടും, ഇനി വീരാൻകുട്ടിന്റെ വീട്ടിൽ കള്ളം കയറില്ല എന്നും പറഞ്ഞു. തിരുപ്പഞ്ച് ഉസ്താദ് പറഞ്ഞു. അപ്പൊ നമ്മള് പറയുന്നത് തിരുപ്പഞ്ച് ഉസ്താദിന്റെ കഥ. ഞങ്ങൾ വലിയ ബന്ധമാണ് ഉസ്താദ്. വീരാൻകുട്ടിന്റെ വീട്ടിൽ ഇനി കള്ളം കയറില്ലാണ്. അതിന്റെ ശേഷം മക്കളുള്ള സമയത്ത് 2 പ്രാവശ്യം കള്ളം വന്നു. കള്ളം വന്നിട്ട് ഈ മെയിൻ ഡോർ ഞാൻ 3 പ്രാവശ്യം മാറ്റിയാണ്. അവർ ഈ പിക്കാസ് എടുത്തിട്ട് കൊത്തി. ഒരാൾ വന്നിട്ട്, ഒരാളെന്തോ കമ്പിപ്പാര അടിയിലിട്ടുമ്പോൾ എന്തായിട്ടും വാതിൽ തുറക്കാൻ കഴിയില്ല. 3 പ്രാവശ്യം കള്ളം വന്നിട്ട് ഒരു സാധനം കക്കാനും കഴിഞ്ഞില്ല, വാതിൽ തുറക്കാനും കഴിഞ്ഞില്ല. അതൊരു വാക്കാണ്, അത് വലിയൊരു ലോക്കാണ്. ആ വാക്ക് ഭയങ്കര കിട്ടലാണ്. അങ്ങനെ കുറെ അനുഭവം ഉണ്ട്.